ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല നിമിഷത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും ശക്തീകരിക്കട്ടെ. രാവിലെയും വൈകുന്നേരവും നടക്കുന്ന ഈ കൂട്ടായ്മയിൽ ദാഹത്തോടെ പ്രാർത്ഥനയോടെ ജോയിൻ ചെയ്യുന്ന നിങ്ങളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. കർത്താവിനാൽ നിങ്ങൾ സ്പർശിക്കപ്പെടും. അനുഗ്രഹീതമായ ഒരു സന്ദേശം ദൈവാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നു. ആ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് 84-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ അനുഗ്രഹീതമായ തിരുവചനം നമുക്ക് വായിക്കാം. 84-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം. വിശുദ്ധ ബൈബിളുള്ളവരെല്ലാം ബൈബിൾ എടുക്കട്ടെ. നോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ നോട്ട് ചെയ്യട്ടെ. 84-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബൈബിളിൽ ഭാഗ്യമുണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ബൈബിളിൽ ഭാഗ്യമുണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. യേശു കയറിയ കഴുതയെപ്പോലും ഭാഗ്യമുണ്ട് എന്ന് പറയുന്നില്ല. എന്നാൽ യേശു കയറിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഭാഗ്യവാൻ എന്ന വചനം പറയുന്നത്. ആമേൻ. ഇന്ന് ഈ തിരുവെഴുത്ത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ദൗർഭാഗ്യം, നിർഭാഗ്യം, ശാപം, അസമാധാനം എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ യേശു കണ്ട, യേശു കയറിയ, യേശു സ്നേഹിക്കുന്ന നിങ്ങളെ നോക്കി ദൈവാത്മാവും ദൈവവചനവും പറയുന്നു, നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങൾ ഭാഗ്യവതിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കുണ്ടായ ഭാഗ്യം ഒന്നും നിങ്ങൾക്ക് കാണത്തില്ല, ഉണ്ടായി കാണത്തില്ല. നിങ്ങളിലേക്ക് വരാനുള്ളതുപോലും തടഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലും അനുഭവത്തിലും നിൽക്കുമ്പോഴായിരിക്കാം ഇന്ന് ഈ വചനം പരിശുദ്ധാത്മാവ് കേൾപ്പിക്കുന്നത്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുകയും ബലം ദൈവത്തിൽ നിന്ന് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ വിശുദ്ധ ബൈബിളും പരിശുദ്ധാത്മാവും അഡ്രസ് ചെയ്യുന്നത് ഭാഗ്യവാൻ എന്നാണ്. ഞാൻ ഈ സന്ദേശം പറഞ്ഞു തുടങ്ങുമ്പോൾ, സുഹൃത്തെ, നിന്നിലേക്ക് വരാനുള്ളതിനെ തടയുകയും നീ ദൈവം നൽകുന്ന ഒന്ന് നിന്നിലേക്ക് വന്നാൽ നീ ഭാഗ്യവാൻ എന്ന് ലോകം പറയുന്നത് കൊണ്ട് നിന്റെ ഭാഗ്യത്തെ തടയുകയും നിന്റെ പേരിലേക്കും നിന്റെ കൈകളിലേക്കും വരേണ്ടതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ചിലത് ദൈവത്തിൽ നിന്ന് ബലം പ്രാപിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആ ബ്ലോക്കുകൾ ഇന്ന് ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ആ ബ്ലോക്കുകളെ ഇന്ന് പരിശുദ്ധാത്മാവ് റിമൂവ് ചെയ്യുന്നു. ആ തടസ്സത്തെ ദൈവം തകർക്കുന്നു. ബലം നിന്നിലുള്ള മനുഷ്യൻ, ബലം നിന്നിലുള്ള മനുഷ്യൻ, ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ഈ സങ്കീർത്തനം എഴുതിയത് കോരഹ് പുത്രന്മാരാണ്. നീതിമാന്റെ 3-ാം സങ്കീർത്തനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ സങ്കീർത്തനം ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവരെ കുറിച്ച് പറയുന്ന വാക്കാണ്. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നവർ, അവർ ദൈവത്തിന്റെ ബലം ധരിച്ചിരിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ പ്രഥമ ദൃഷ്ടിയാൽ, പ്രത്യക്ഷത്തിൽ നമുക്ക് അവരുടെ മേൽ ദൈവ സാന്നിധ്യവും ദൈവശക്തിയും ദൈവിക ബലവും ഉണ്ടെന്നൊന്നും നമുക്ക് തോന്നൂല. നമുക്ക് കാണാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ണുനീരും മാത്രം അവർ പൊഴിച്ചിടുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തെ തന്നെ അഭയം ചൊല്ലുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരമാനുഷികമായ ശക്തിയും ബലവും ഉണ്ട്. ഞാൻ ഇനി എൻ്റെ മെസ്സേജിലോട്ട് കയറാൻ പോവാം.
ഞാനിതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഈ ബലം എവിടെ ഇരിക്കുന്നതെന്ന് നമ്മൾ നോക്കാൻ പോവുക. ഈ ബലത്തെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. എന്നാൽ വളരെ ഒരു 20 മിനിറ്റിനകത്ത് ഞാൻ എൻ്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഈ ബലം എവിടെ? ദൈവത്തെ ആരാധിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല എന്ന് പറയാൻ തയ്യാറെടുക്കുന്ന ആരെങ്കിലുമൊക്കെ കാണും. ഫാസ്റ്റിങ്ങിൽ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല എന്ന് പറയാൻ തുനിയുന്നവരുണ്ടാകും. രക്ഷിക്കപ്പെട്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം ജീവിതത്തിൽ വന്നതായിട്ട് കണ്ടോ? അങ്ങനെ ഭയങ്കര വലിയ രീതിയിലൊന്നും കണ്ടില്ല എന്ന് പറയാൻ തുനിയുന്നവർ ഉണ്ടാകും. വ്യത്യാസമുണ്ട്, അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു എന്ന് പറയുന്നവരും ഉണ്ട്. രണ്ടു കൂട്ടരും കാണും. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ 2 അനുഭവങ്ങളുള്ളവർ കാണും. പിന്നെ വേറൊരു കൂട്ടർ കാണും, പക്ഷേ ഞാൻ ചോദിച്ച എല്ലാം കർത്താവ് തന്നു, പക്ഷെ ഈ ഒരു വിഷയം മാത്രം ദൈവം അങ്ങോട്ട് ഇടപെടുന്നില്ല, ചലിക്കുന്നില്ല. അങ്ങനത്തെ കൂട്ടരും കാണും. പക്ഷേ കോരഹപുത്രന്മാരുടെ അഭിപ്രായത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാന്നാ പറയുന്നത്? ബലം ധരിച്ചിരിക്കുന്നവനെന്നാ പറയുന്നത്. ഈ ബലം ധരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ ബലം ധരിച്ചിരിക്കുന്നത് കാണത്തക്കവണ്ണമല്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 29-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടാണ്. 18-ാമത്തെ സങ്കീർത്തനം 29-ാമത്തെ അനുഗ്രഹീതമായ തിരുവചനം. അതിനു മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. 28 വായിക്കാം. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഓ മൈ ജീസസ്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഇതാര് പറഞ്ഞ വാക്കാ? ഡേവിഡ് പറഞ്ഞ വാക്കാ, ദാവീദ് പറഞ്ഞ വാക്കാ. എന്താ വാക്ക്? നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഈ വാക്ക് നിങ്ങൾ മറക്കരുത്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. സഹോദരി, ഞാൻ നിന്നെ നോക്കി പ്രവചിക്കുന്നു. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. അർത്ഥം, അണഞ്ഞിരിക്കുന്നു, അണയാൻ സാധ്യതയുണ്ട്, പ്രകാശം ആവശ്യമുള്ള സമയം, ഇത് കത്തിയേ പറ്റൂ. കത്തിക്കാൻ പലരും സമ്മതിക്കുന്നില്ല, എന്നാൽ കത്തിക്കുന്ന ഒരുവനുണ്ട്. ഓ മൈ ഗോഡ്, എനിക്ക് ദൈവത്തിന്റെ അസാധാരണമായ ഒരു പ്രസൻസ് ഞാൻ അനുഭവിക്കുന്നു ഈ ഒരു വാക്യം വായിച്ചപ്പോൾ. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എന്ന് പറയുമ്പോ തീപ്പെട്ടി ദാവീദിന്റെ കയ്യിലുണ്ടെങ്കിലും, ശ്രദ്ധിച്ച് കേൾക്കണം, ലൈറ്റർ ദാവീദിന്റെ കയ്യിലുണ്ടെങ്കിലും കത്തിക്കാൻ ഇയാളെ സമ്മതിക്കണ്ടേ? പുള്ളിക്ക് തീ കത്തിക്കുന്ന എങ്ങനെയാണെന്നറിയാം. എത്ര കാറ്റടിച്ചാലും പുള്ളി മറച്ചു പിടിച്ച് തീ കത്തിക്കും. എന്റെ ചോദ്യം ഇതാണ്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും എന്ന് പറഞ്ഞതിന്റെ കാരണം ആൾക്ക് കത്തിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ആളെ കത്തിക്കാൻ വിടാത്ത തരത്തിൽ യെബൂസ്യരുടെ ഒരു വലിയ സൈന്യം തനിക്ക് നേരെ പാളയമടിച്ചിരിക്കുന്നു. ഇയാള് കത്തിച്ചാലും ഊതാൻ ആൾക്കാർ കാണും. അങ്ങനെയാണല്ലോ. കത്തണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും, കത്തിപ്പടരണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും, ചിലരൊക്കെ കത്താൻ സഹായിച്ചില്ലെങ്കിലും ഊതി അണയ്ക്കുന്ന ചിലതൊക്കെ ഉണ്ടല്ലോ. ചില യെബൂസ്യർ നിരന്നു നിൽക്കാൻ സാധ്യതയുണ്ട്. വീടിനകത്ത് തന്നെ യെബൂസ്യർ കാണും, പട്ടണത്തിൽ യെബൂസ്യർ കാണും, ദേശത്ത് യെബൂസ്യർ കാണും. പക്ഷേ നീ കത്തണമെന്നുള്ളത്, നീ പ്രകാശിക്കണമെന്നുള്ളത്, നീ പ്രയോജനപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ദീപത്തെ കത്തിക്കുന്ന ഒരു ദൈവിക ബലം. ഇതാർക്കാ മനസ്സിലാക്കുന്നത് ഞാൻ ഈ പറയുന്നത്? നിന്റെ ദീപത്തെ കത്തിക്കുന്ന ദൈവിക ബലം പരിശുദ്ധാത്മാവ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ കത്തിക്കൊണ്ടിരിക്കുമ്പോ ചിലർക്ക് നിന്റെ പ്രകാശം ആവശ്യം വരും. ആമേൻ. ചിലർ ഇരുട്ടി നിൽക്കുമ്പോൾ നമ്മുടെ പ്രകാശത്തിൽ നിന്ന് ഇച്ചിരി കടം തരാമോ എന്ന് ചോദിക്കും. പക്ഷെ നീ അണഞ്ഞാൽ, അയ്യോ കത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നല്ലതായിരുന്നു എന്നൊന്ന് ചിന്തിച്ച്, എന്നാ പിന്നെ ഇച്ചിരിയും കൂടെ ഒന്ന് കത്താൻ എണ്ണ ഒഴിച്ചു കൊടുക്കുക, അതിനാരും കാണത്തില്ല. മോനെ, നീ കത്തുമ്പോ നിന്റെ പ്രകാശം വേണം. അവരണഞ്ഞിരുന്നാലും നിന്റെ നിശ്ചിത ദീപം അങ്ങോട്ടും കിട്ടണം. പക്ഷെ നീ അണയുന്നു, നീ അണയാൻ പോകുന്നു, നിനക്ക് എണ്ണയുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. എണ്ണയിൽ മുങ്ങിക്കിടന്നാലേ നീ കത്തു എന്നറിഞ്ഞിട്ട് ആരും കൊണ്ട് എണ്ണ പകർന്നു തരാറില്ല. പക്ഷേ ഒരു മനുഷ്യനോടും
ഒരു മനുഷ്യനിലും ആശ്രയിക്കാത്ത ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. നിന്റെ പേരിന്റെ മേലുള്ള പ്രകാശത്തെ അണയ്ക്കാൻ ശ്രമിക്കുന്ന, നിന്റെ നാട്ടിലുള്ള പ്രകാശത്തെ അണയ്ക്കാൻ ശ്രമിക്കുന്ന, കുടുംബത്തിലുള്ള പ്രകാശത്തെ അണയ്ക്കാൻ ശ്രമിക്കുന്ന, നിന്റെ ആത്മാവിന്റെ വെളിച്ചത്തെ കെടുത്താൻ ശ്രമിക്കുന്ന, നിന്റെ പ്രാർത്ഥനയുടെ തീയെ കെടുത്താൻ ശ്രമിക്കുന്ന ചില ദുർശക്തികളെ തകർത്തുകൊണ്ട് നിന്റെ ദീപത്തെ കത്തിക്കുന്ന ഒരു ദൈവിക ബലം യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് നിന്നോടാ പറയുന്നേ, നിന്റെ പ്രാർത്ഥനയുടെ തീ അണഞ്ഞു പോകല്ല. ആമേൻ. ആമേൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആമേൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ? നിന്റെ പ്രാർത്ഥനയുടെ തീ അണഞ്ഞു പോകരുത്. നിന്റെ വിശ്വാസത്തിന്റെ തീ അണഞ്ഞു പോകരുത്. ഓ ജീസസ്, നിന്റെ വിശ്വാസത്തിന്റെ തീ അണഞ്ഞു പോകരുത്. നിന്റെ വിശ്വാസത്തിന്റെ തീ അണഞ്ഞു പോകരുത്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. ഇത് ദാവീദിന്റെ തിരിച്ചറിവാണ്. ഹല്ലേലൂയ. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. തീ കത്തിയിരുന്നാൽ മാത്രമേ ഇരുട്ടിനെ ഭയപ്പെടാതെ നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ കയ്യിൽ പന്തമുണ്ട്, പക്ഷെ അത് അണഞ്ഞ പന്തമല്ല എന്ന് ഉറപ്പുവരുത്തുന്നവനാണ്. ഹല്ലേലൂയ. മണ്ണെണ്ണ മുക്കിപ്പിടിച്ച പന്തത്തണ്ട് മാത്രം കയ്യിലിരുന്നാ പോരാ, അതിനെ പ്രകാശിപ്പിക്കുന്ന തീ അതിന്റെ പുറത്ത് വേണം. നീ എൻ്റെ ദീപത്തെ കത്തിക്കും എന്ന് പറയുന്ന ദാവീദിന് ദൈവത്തിൽ സ്വരൂപിച്ചിരുന്ന ഒരു പ്രത്യേക ബലം ആ മനുഷ്യനിൽ വസിച്ചത് കൊണ്ടാണ് ഈ യെബൂസ്യരെ ഭയപ്പെടാതെ താൻ ഈ വാക്ക് പറഞ്ഞത്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. അണഞ്ഞിരിക്കുന്ന ഏതൊക്കെയോ കുടുംബങ്ങളിലേക്ക് ഈ ദൈവവചനം വന്ന് പതിക്കുകയാണ്. ഒരു തീ പോലെ ഈ ദൈവവചനം നിന്റെ ഭവനത്തിൽ വന്ന് പതിക്കുകയാണ്. സന്തോഷം അണഞ്ഞുപോയ നിന്റെ ഭവനത്തിലേക്ക്, സമാധാനം അണഞ്ഞുപോയ നിന്റെ ഭവനത്തിലേക്ക്, സമാധാനം നഷ്ടപ്പെട്ടു പോയ നിന്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക്, പ്രാർത്ഥനയിൽ തളർച്ച ബാധിച്ച, പ്രാർത്ഥനയിൽ തളർവാദം ബാധിച്ച ചില വ്യക്തികളിലേക്ക് തീ പോലെ നീ എൻ്റെ ദീപത്തെ കത്തിക്കുമെന്ന വചനം തീ പോലെ ചിലരുടെ മേൽ പതിക്കുകയാണ്. എന്താ പറയുന്നേ? ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും, ഞാനിപ്പം തകർക്കും, ഞാനിപ്പം ഭയങ്കര സംഭവമാവും എന്നൊക്കെ ദാവീദ് പറയുന്നതിന് മുന്നേ ആള് പറയേണ്ട വാക്ക് പറഞ്ഞു എന്ന് മറക്കരുത്. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? ഇതിനാൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, അവനാൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും, അല്ലേ? അതെന്തുകൊണ്ട് ആള് പറഞ്ഞേ? താൻ ഓടുമ്പോ അണഞ്ഞു പോകാത്ത നിലയിൽ കത്തിക്കുന്ന ഒരു തീയെ കുറിച്ച് ആൾക്കറിയാന്നുള്ളതുകൊണ്ട്. നീ ഒറ്റയ്ക്ക് യുദ്ധത്തിനിറങ്ങുമ്പോ, നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച് പോരാടാനായിട്ട് ഇറങ്ങുമ്പോ, നീ ഒറ്റയ്ക്ക് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോ, നീ ഒറ്റയ്ക്കായി പോകുമ്പോ, കുഞ്ഞെ, യെബൂസ്യരുടെ കൂട്ടത്തെ കണ്ട് നീ ഭയപ്പെട്ടു പോകല്ല. അല്ല, യെബൂസ്യരുടെ കൂട്ടത്തെ കണ്ട് നീ ഭയപ്പെടാതിരിക്കണമെങ്കിൽ, ചില പരാക്രമശാലികളെ കണ്ട് നീ ഭയപ്പെടാതിരിക്കണമെങ്കിൽ, ചില നിഷ്ഠൂരന്മാരെയും ക്രൂരഹൃദയമുള്ളവരെയും ക്രൂരമായി മുറിവേൽപ്പിക്കുന്നവരെയും കണ്ട് നീ ഭയപ്പെടാതിരിക്കണമെങ്കിൽ നീ ഈ വാക്കേറ്റ് പറയണം, ഞാൻ അണയാത്ത ഒരു വ്യക്തിയാണ്. എന്റെ പ്രാർത്ഥന കത്തിച്ചു തരുന്നൊരു ദൈവമുണ്ട്. എന്റെ വിശ്വാസം കത്തിച്ചു തരുന്നൊരു ദൈവമുണ്ട്. എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം കത്തിച്ചു തരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. കത്തിയാലേ അന്ധകാരം വിട്ടുമാറത്തുള്ളൂ. തീ കത്തിച്ചിട്ട് ആരെങ്കിലും ശാസിക്കുന്ന കണ്ടിട്ടുണ്ടോ? തീ കത്തിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ഇരുട്ട് മാറിപ്പോ പറയുന്ന കണ്ടിട്ടുണ്ടോ? മോനെ, കത്തേണ്ട പോലെ കത്തിയാൽ അന്ധകാരത്തിന് നിൽക്കാനുള്ള ഒരു പെൻ പോയിന്റ് പോലും വെക്കാത്ത നിലയിലുള്ള തീയാണ് നിന്റെ മേൽ കത്തുന്നതെങ്കിൽ
ഇരുട്ട് നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല, അന്ധകാരം നിന്റെ ജീവിതത്തിൽ കാണത്തില്ല. അന്ധകാരമാണ് പലതിനെയും മൂടി വയ്ക്കുന്നത്. അന്ധകാരമാണ് പലതും നിന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്. അന്ധകാരത്തിന്റെ സ്വാധീനമാണ് നിന്റെ കണ്ണിൽ പ്രകാശിക്കാതെ ചിലത് ആമേൻ മൂടപ്പെടുന്നത്. എന്നാൽ ദീപം അതിന്റെ നേരെ കൊണ്ടുവരുമ്പോൾ ആ വസ്തുവിന്മേൽ നിന്ന് അന്ധകാരം ഇഴഞ്ഞു മാറുന്നത് പോലെ, ആമേൻ, ഉരഞ്ഞു നീങ്ങുന്നത് പോലെ ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിലേക്ക് അന്ധകാരം മൂടിക്കളഞ്ഞ് ഇരുട്ട് സ്വാധീനിച്ചു വെച്ചിരിക്കുന്ന, ഇരുട്ട് അവകാശം പറഞ്ഞു വെച്ചിരിക്കുന്ന ചിലത് ദൈവത്തിന്റെ വചനത്തിന്റെ തീ ഇറങ്ങി മാറട്ടെ. In the mighty name of Jesus. നിന്റെ ബന്ധങ്ങളുടെ മേൽ അന്ധകാരം ബാധിച്ചിരിക്കുന്നത്, നിന്റെ ബുദ്ധിയുടെ മേൽ അന്ധകാരം ബാധിച്ചിരിക്കുന്നത്, നിന്റെ കഴിവുകളുടെ മേൽ അന്ധകാരം ബാധിച്ചിരിക്കുന്നത്, നിന്റെ വാഗ്ദത്തങ്ങളുടെ മേൽ അന്ധകാരം ബാധിച്ചിരിക്കുന്ന അവസ്ഥകൾ നീ എന്റെ ദീപത്തെ കത്തിക്കും എന്ന വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ അന്ധകാരം നീങ്ങട്ടെ. The Holy Ghost, Holy Ghost, the power of God in the name of Jesus. ഈ സെക്കൻഡിൽ തന്നെ ദൈവത്തിന്റെ തീ ചിലരുടെ മേൽ കത്തുന്നു. അന്ധകാരം ആരും ശാസിക്കാതെ ദൈവ തീയിൽ പൂർണ്ണമായി ഭവനം വിട്ടു മാറട്ടെ. Almighty Jesus name. Holy Ghost, നീ എന്റെ ദീപത്തെ കത്തിക്കും. ചില കൂട്ടുകെട്ടുകൾ നിന്റെ ദീപത്തെ കത്തിക്കാൻ സഹായിക്കുന്നു എങ്കിൽ അന്ധകാരം ആ കൂട്ടുകെട്ടുകളെ മൂടാൻ സാധ്യതയുണ്ട്. ചില ബന്ധങ്ങൾ നിന്റെ ദീപത്തെ ജ്വലിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ അന്ധകാരം മൂടാൻ സാധ്യതയുണ്ട്. ചില സന്ദേശങ്ങൾ നിന്നിലെ ദീപത്തെ കത്തിക്കാൻ ജ്വലിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുണ്ടെങ്കിൽ അതെന്നേക്കും നിന്നിൽ നിന്ന് മറച്ചു കളയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് നിന്റെ ദീപത്തെ കത്തിക്കാൻ നിന്നെ സഹായിക്കുന്നതിന്റെ മേൽ ശത്രു ഇട്ടിരിക്കുന്ന മുദ്രകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ വചനത്താൽ തകർത്തു മാറ്റുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നീ എന്റെ ദീപത്തെ കത്തിക്കും. ശേഷം പറയുന്ന ഇതാണ്, നീ എന്റെ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. പിന്നെയാണ് പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, അവനാൽ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. സഹോദര, പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുന്നതല്ല, മതിൽ ചാടി കടക്കുന്നതുമല്ല, കത്തേണ്ട ദീപം കത്തുന്നതാണ് ഇവിടത്തെ കീവേഡ്. ഓ മൈ ഗോഡ്, നിനക്ക് ചാടാൻ ആഗ്രഹമുണ്ട് മോളെ, നിനക്ക് കടക്കാൻ ആഗ്രഹമുണ്ട് മോനെ, നിനക്ക് എതിരിടാൻ താല്പര്യമുണ്ട് ബ്രദറെ. പക്ഷേ അതൊന്നും അല്ല ഇവിടെ. നീ പോകുമ്പോ കടക്കേണ്ടത് നിന്റെ മുമ്പിൽ മറയപ്പെടാതിരിക്കാൻ നീ എടുക്കേണ്ട ദീപം നിന്റെ കയ്യിലുണ്ടെന്ന് നീ ഉറപ്പുവരുത്തുന്നതാണ് ഏറ്റവും വലിയ കീവേഡ്. ആമേൻ. അതാദ്യം പറയുന്നേ, അവൻ എന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ ദീപത്തെ കത്തിക്കും. ഹല്ലേലൂയ. പലരും വെപ്രാളം കാരണവും അതിബുദ്ധി കാരണവും ഓടിച്ചെന്ന് മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടിടിച്ച് താഴെ വീണ് കിടക്കുന്നതിന്റെ കാരണം ദീപം കത്തേണ്ട പോലെ കത്താത്ത, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മതിലിന്റെ ഉയരം അറിഞ്ഞിട്ട് വേണം ചാടാൻ പറ്റുമെന്ന് തീരുമാനിക്കാൻ. ഹല്ലേലൂയ. നമ്മുടെ വീടിന് ചുറ്റും കെട്ടിയേക്കുന്ന കോമ്പൗണ്ട് വാള് ചിലപ്പോൾ നീ ചാടിക്കടക്കും. പക്ഷെ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടിക്കടക്കുമെന്ന് ആ ലാഘവത്തിൽ സംസാരിക്കില്ല. ഇപ്പൊ കത്തിയോ? നമ്മുടെ വീടിന്റെ കോമ്പൗണ്ട് വാൾ ചിലപ്പോൾ നമ്മൾ ചാടിക്കടക്കും. പക്ഷേ അതേ ലാഘവത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ മതിൽ കോമ്പൗണ്ട് വാൾ ചാടിക്കടക്കുമെന്ന് നമ്മൾ പറയരുത്. കാരണം വീടിന്റെ കോമ്പൗണ്ട് വാൾ കെട്ടിയേക്കുന്ന പോലല്ല അവിടെ കെട്ടിയേക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിന്റെ ഹൈറ്റും വിട്ടും അല്ല അവിടുത്തത്, ഇവിടുത്തെ സ്വഭാവമല്ല അവിടുത്തെ. അവിടെ ചാടിക്കടന്ന വിവരം അറിയും. ഹല്ലേലൂയ. അപ്പോ എന്തിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നമുക്കറിയണമെങ്കിൽ ദീപം കത്തണം.
ദീപം കത്തണം. പലപ്പോഴും നിന്റെ ബുദ്ധി പോലും മരവിപ്പിച്ച് വെച്ചിട്ട് നിന്നെ ഒന്നിനും കൊള്ളാത്ത വ്യക്തിയെ പോലെ ആക്കുന്ന അവസ്ഥകൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ വചനത്താൽ ക്യാൻസൽ ആകട്ടെ. ബുദ്ധിയുണ്ട്, കഴിവുണ്ട്, പരിജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്, ടാലന്റ് ഉണ്ട്, കാലിബർ ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ഇതൊന്നും കത്താത്ത നിലകളിൽ നിന്നെ ഇരുട്ടുബാധിച്ച ഒരു ദൗർഭാഗ്യമുള്ളവനെ പോലെ ആക്കി തീർക്കുന്നത് ഇന്ന് ഈ വചനത്താൽ ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യും. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചില ഡിസിഷൻസ് എടുക്കാൻ കഴിയാതെ നിൽക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഡിസിഷൻസ് എങ്ങനെ എടുക്കണമെന്ന് അറിയാതെ ചെയ്യുന്നതെല്ലാം അബദ്ധത്തിലായി പോകുന്ന അവസ്ഥകൾ. നീ എൻ്റെ ദീപത്തെ കത്തിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നു. നീ മതിൽ ചാടി കടക്കുന്നതിന് മുൻപേ, നീ ശത്രുവിന്റെ നേരെ പാഞ്ഞു ചെല്ലുന്നതിന് മുൻപേ നിന്റെ ദീപം കത്തിയിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. ഇനി വചനം നിന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കട്ടെ. ഇനി വചനം നിന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. പരിശുദ്ധാത്മാവ് ചിലരെ ഈ സെക്കൻഡിൽ ഭയങ്കരമായിട്ട് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദാവീദ് പറയുന്ന വാക്ക് എന്താണ്? ഫിസിക്കലി ഞാൻ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ സുഹൃത്തെ, ഫിസിക്കലി ഒന്നും ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഇതോടെ പറഞ്ഞിട്ട് നിർത്താൻ പോവാം. ഇവിടെ ദാവീദ് പറയുന്നത്, ഞാൻ ഫിസിക്കലി പടക്കൂട്ടത്തിന് നേരെ ചെല്ലും, ഫിസിക്കലി മതിൽ ചാടി കിടക്കും, ഫിസിക്കലി ഞാൻ യെബൂസ്യരെ തകർക്കും, ഇതൊക്കെയാ പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഫിസിക്കലി ഒന്നും ചെയ്യാതെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മതിൽ മാറിപ്പോകും. നമ്മുടെ വചനം എന്തായിരുന്നു? ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. നിരാശയിൽപ്പെട്ടിരിക്കുന്ന സുഹൃത്തെ, വേദനയിലിരിക്കുന്ന കൂടപ്പിറപ്പെ, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത പ്രിയപ്പെട്ട സുഹൃത്തെ, ഹൃദയം തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ, പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞു തരാൻ ആരുമില്ലാത്ത പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കാം. ബലം മനുഷ്യനിലുള്ളവനല്ല, പ്രതീക്ഷ മനുഷ്യനിലുള്ളവനല്ല, ബലം നിന്നിലുള്ള, ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ലോകത്തിൽ ആരൊക്കെ നിന്റെ പ്രകാശം അനുഭവിച്ച് അക്കരെ കടന്നു പോയിട്ടും നിന്നിലുള്ള പ്രകാശം കൊണ്ട് അവർ രക്ഷപ്പെട്ടിട്ടും നീ ഒരു അന്ധകാരത്തിന്റെ അവസ്ഥയിൽ ആയി പോകുമെന്ന് പോലും ചിന്തിക്കാതെ, നീ ഒരു അന്ധകാരത്തിന്റെ അവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടും ഒരു ദീപവുമായി കടന്നു വരാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ഭക്തന്മാർ തിരുവെഴുത്തിനകത്ത് ആത്മനിറവിൽ എഴുതി വച്ചിരിക്കുന്നു, ബലം ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ബലം ദൈവം തരുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ ദീപം കൊണ്ട് പലരും കടന്നുപോയിട്ടുണ്ടാകാം, പക്ഷേ നിന്റെ ബലവും എടുത്തോണ്ട് ആരും പോയിട്ടില്ല. നിന്റെ നന്മയെ അപഹരിച്ചുകൊണ്ട് ചിലർ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. രക്ഷപ്പെട്ടു എന്ന് പറയും, പക്ഷെ അവർ രക്ഷപ്പെടൂല, അത് വേറെ കാര്യം. പോയിട്ടുണ്ടാകാം, പക്ഷെ നിന്റെ ബലത്തെ എടുത്തോണ്ട് പോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നിന്റെ വസ്തുവക അപഹരിച്ച് ഒരുപക്ഷെ പിടിച്ചു വെച്ചിട്ടുണ്ടാകാം, പക്ഷെ നിന്റെ ബലത്തെ അപഹരിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. വസ്തുവക പോയതിനെ പ്രതി നീ ബലഹീനനാകരുത്. നിന്റെ ബലം യഹോവയിൽ വെച്ചിരിക്കുന്നു എന്ന്, നിന്റെ പ്രത്യാശ ദൈവത്തിൽ വെച്ചിരിക്കുന്നു എന്ന്, നിന്റെ വിശ്വാസം ദൈവത്തിൽ വെച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദാവീദ് പറഞ്ഞ പോലെ പറയുക, നീ എന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ ദീപത്തെ കത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. നീ എന്റെ ദീപത്തെ കത്തിക്കും. സുഹൃത്തെ, എത്ര സ്നേഹിച്ചവർ ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ പ്രകാശത്തെ ഊതി അണച്ചിട്ട് പോയാലും, തല്ലിക്കെടുത്തിയിട്ട് പോയാലും, ഒന്നി വാക്യം ഏറ്റു പറയാമോ? ബലം നിന്നിൽ വെച്ചിരിക്കുന്ന ഞാൻ എന്ന് പറയുന്നു, നീ എന്റെ ദീപത്തെ കത്തിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളുടെ സമാധാനം കെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന വചനത്തെ എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് കഴിയത്തില്ല. വചനം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുക.
ആമേൻ. വചനം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കാം. ഇവിടെ ഫിസിക്കലി ദാവീദ് പറയാണ്, ഞാൻ ഇതിനെ ചാടിക്കിടക്കും. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സുഹൃത്തെ, ബലം വെച്ചിരിക്കുന്നത് നിന്റെ നാവിലാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം. ഓ ജീസസ്. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം, അതിന് 23-ാമത്തെ വാക്യം നോക്കിയേ. 23-ാമത്തെ വാക്യം. മർക്കോസ് 11:23. Gloria Meshihalesi. മർക്കോസ് 11:23 പറയുന്നതിന് മുന്നേ ഞാൻ അതിൻ്റെ ഒരു ഔട്ടർ ലൈൻ ഞാനൊന്ന് പറയാം. യേശു ബെഥാനിയയിൽ നിന്ന് നടന്നു വരുന്ന വഴിക്ക് വിശന്നിട്ട് ഇലകളുള്ളൊരു അത്തിയെ കണ്ടു. ശ്രദ്ധിച്ച് കേൾക്കണം, പോകല്ല. ബെഥാനിയയിൽ നിന്ന് നടന്നു വരുന്നപ്പോൾ വിശന്നിട്ട് നിറയെ ഇലകളുള്ള അത്തിയെ കണ്ടു. ഈ കൂടുതൽ ഇലകളുള്ള അത്തി കാണുമ്പോൾ അതിനകത്ത് ഫലം കാണും നമുക്ക് തോന്നും. കൂടുതൽ ഇലകളുള്ള അത്തി കാണുമ്പോൾ അതിനകത്ത് ഫലം കണ്ടേക്കും, കാണും. നമുക്ക് വിശപ്പടക്കാനുള്ള അതിനകത്തുണ്ട്, നമുക്ക് ഉതകുന്നത് അതിലുണ്ട്, നമുക്ക് തോന്നും. യേശുവിനും തോന്നി. ഇന്ന് അങ്ങനെ തോന്നിയിട്ട് നിരാശ അനുഭവിക്കുന്ന വ്യക്തികൾ ഇതിനകത്ത് കാണും. കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ, കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ, കൂടുതൽ നമ്മളുമായി സഹകരിക്കാൻ വരുമ്പോൾ, ഒത്തിരി ഇലകൾ കാണുമ്പോൾ നമുക്ക് നമ്മളെ ടേക്ക് കെയർ ചെയ്യാനായിരിക്കും. അന്ത്യത്തോളം നമ്മുടെ കൂടെ കാണും. നമുക്കൊരു മേലാഴിക വരുമ്പോൾ നമുക്ക് യേശുവിനും അങ്ങനെ തോന്നി. യേശുവിനും അങ്ങനെ തോന്നി. യേശു ഇവിടെ ചെയ്ത കണ്ടോ? അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. ദൂരത്ത് നിന്ന് നമുക്കൊരു വ്യക്തികളെയും മനസ്സിലാക്കാൻ കഴിയത്തില്ല. സുഹൃത്തെ, ഇപ്പോൾ വന്ന ഒരു ബന്ധം, ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു വ്യക്തി, ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു കുടുംബം, അവരെ ദൂരത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് അടുത്ത് നിന്ന് കാണുന്ന യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റി, വിഷ്വൽ ക്ലാരിറ്റി ഉണ്ടാകത്തില്ല, ഓഡിയബിൾ ക്ലാരിറ്റി ഉണ്ടാകത്തില്ല. അടുത്തു വന്ന് സംസാരിക്കുമ്പോൾ, അടുത്തിടപഴകുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത്. ഒറ്റ നോട്ടത്തിൽ കാണുന്ന ആരെയും നീ എൻ്റെ ചങ്കാണ്, നീ എൻ്റെ കരളാണ്, നീ എൻ്റെ കൽബാണ് എന്നൊന്നും പറഞ്ഞ് എടുത്ത് തലമേൽ വെക്കല്ല. പ്രൈസ് ടു ജീസസ്. തിരുവെടുത്ത് പറയുന്നത് നോക്കിയേ, യേശു എന്താ ചെയ്തേ? ദൂരത്തുനിന്ന് നോക്കിയപ്പോ ഒത്തിരി ഇല കണ്ടു. നമുക്ക് ഇലകളുള്ള ആത്മീയ ജീവിതം നമുക്ക് കാണിക്കണ്ട ആരുടെ മുമ്പിലും. ഇലകളുള്ള ആത്മീയ ജീവിതം ആരെയും കാണിക്കണ്ട. ദൂരെ നിന്ന് കാണുന്നവർ നിനക്ക് മാർക്കിടും, പക്ഷെ അടുത്ത് കാണുന്ന കർത്താവ് നിനക്ക് മാർക്കിടത്തില്ല. ഹല്ലേലൂയ. ഒത്തിരി ഇലകൾ കാണും. ഇലകൾ കൊണ്ട് മൂടി വെക്കുന്നത് തന്നെ ഫലമില്ലെന്ന് തിരിച്ചറിയാതിരിക്കാൻ. ഹല്ലേലൂയ. ഇലകൾ കൊണ്ട് മൂടി വെക്കുന്നത് തന്നെ. ഇപ്പൊ ചില ആൾക്കാരില്ലേ ചർച്ചിൽ, നിങ്ങളല്ല കേട്ടോ, നിങ്ങൾ ചില ആൾക്കാരില്ലേ, നമ്മൾ ചർച്ചിൽ ചെന്ന് മെസ്സേജ് പറയാൻ കേറുമ്പോ മുതല് അവർ കണ്ണടച്ചിരിക്കും. നമ്മൾ ഇറങ്ങിയാലും അവർ കണ്ണ് തുറക്കത്തില്ല. കാര്യം എന്നാ? കയറിയപ്പോ മുതൽ അവർ ഉറങ്ങുന്നതാണ്. പക്ഷെ നമ്മളെന്താ വിചാരിക്കുന്നത്? എൻ്റെ കർത്താവേ, എന്തൊരു ധ്യാനാണ്. അവർ ആ വചനമൊക്കെ അവർ കണ്ണടച്ചിരുന്ന് പ്രാപിച്ചെടുക്കുമായിരിക്കും. അവർ ഹൃദയത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ യോഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞാൽ ആൾ എഴുന്നേക്കാതിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ആൾ ഉറങ്ങുമായിരുന്നു എന്ന്. പക്ഷെ അവർ അനങ്ങാതിരിക്കാൻ, ഉറങ്ങിയിട്ട് ഇങ്ങനെ വീണ് പോകാതിരിക്കാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തവരാണെന്ന് നമ്മൾ അറിയേണ്ടിയിരുന്നു. നമ്മളൊക്കെയാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വീഴും, ഇല്ലയോ? വീഴത്തില്ലേ? നിങ്ങൾ വീഴത്തില്ലേ? ഞാൻ വീഴും. പ്രൈസ് ഗാഡ്. പക്ഷേ ഇത് അനങ്ങത്തില്ല, അവരനങ്ങത്തില്ല, കണ്ണടച്ചിരിക്കുക. പക്ഷെ അത് നമ്മളവർക്കും വചനം കേൾക്കുകയായിരിക്കും, സ്വീകരിക്കുകയായിരിക്കും എന്ന്. പക്ഷേ പ്രൈസ് ടു ജീസസ്, അവരുറങ്ങുമായിരുന്നു എന്ന് പറയുന്നവർ. അവർ കണ്ണടച്ചിട്ട് അനങ്ങാതിരുന്നത് എന്തിനാണെന്നറിയാവോ? അനങ്ങാണ്ടിരുന്നത് ഞാൻ ഉറങ്ങുകയാണ് എന്ന് മനസ്സിലാക്കാണ്ടിരിക്കാനാണ്.
എന്നതുപോലെ ഇലകൾ കൊണ്ട് മൂടി വെച്ചേക്കുന്നത് ഫലങ്ങൾ ഇല്ല എന്ന് തിരിച്ചറിയാണ്ടിരിക്കാനാണ്. അങ്ങനത്തെ ഒരു ആത്മീയ ജീവിതം നമുക്ക് വേണ്ട. ദൂരത്ത് നിൽക്കുന്നവർ ചിലപ്പം സൂപ്പർ പറഞ്ഞാലും അച്ചാഹേ പറഞ്ഞാലും അടുത്ത് വന്ന് നോക്കുന്നവൻ, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ മാർക്കിടുകയല്ല. നിനക്ക് ഇല ഇച്ചിരി കുറഞ്ഞിരുന്നാ മതി, ഫലം കുറയാൻ പാടില്ല എന്നാ ദൈവാത്മാവ് പറയുന്നത്. ഇല ഇച്ചിരി കുറഞ്ഞിരുന്നാ മതി, ഫലം കുറയരുതെന്നാ ദൈവാത്മാവ് പറയുന്നത്. ഇല പറിച്ച് തൂക്കി വിൽക്കാനൊന്നും ഇല്ല, പക്ഷെ ഫലത്തിനാണ് വില. ആമേൻ. ഫലത്തിനാണ് വില. യേശു അടുത്ത് വിശന്നിട്ട് വന്ന് നോക്കി. യേശു അടുത്ത് വന്ന് നോക്കിയപ്പോ, തപ്പിയും തടകിയൊക്കെ നോക്കിയപ്പോ, ഇലകളൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറി നോക്കിയപ്പോ, ദേണ്ടട ഒന്നുമില്ല. കർത്താവ് എല്ലാ കാലവും ഇല കൊണ്ട് മറച്ചിരിക്കുന്നവരെ ദൈവം അത് ക്ഷമിക്കത്തില്ല. ഈ ചില പ്രായം ചെന്ന ദൈവദാസന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കുട്ടാണ്. എന്ന് വെച്ചാൽ 5 വർഷം മുമ്പും 50 വർഷം മുമ്പും ഈ 2023 അവസാന മാസത്തിലും ഒരേ രീതിയിലുള്ള ആത്മീയ ജീവിതമാണെങ്കിൽ അത് ഇലകൾ മാത്രമുള്ള ആത്മീയ ജീവിതമാണ്. ഒരേ രീതിയിലുള്ള ആത്മീയ പക്വതയാണെങ്കിൽ അത് ഇലകൾ മാത്രമുള്ള ജീവിതമാണ്. ഒരേ രീതിയിലുള്ള വിശ്വാസം മാത്രമാണെങ്കിൽ അത് ഇലകൾ മാത്രമുള്ള ജീവിതമാണ്. എത്ര ആത്മാവിന്റെ വചനങ്ങൾ കേട്ടാലും എന്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് മാത്രം ചിന്ത പോകുന്നത് ഇലകൾ കൊണ്ട് മൂടിയ ഒരാത്മീയ ജീവിതത്തിന് തുല്യമാണ്. എത്ര ആത്മാവിനെ സ്പർശിക്കുന്ന വചനം കേട്ടാലും അയ്യോ ഇതിനേക്കാൾ എന്റെ ആത്മാവിന് ആത്മീയ കാര്യങ്ങൾക്ക് ഞാൻ മൂല്യം കൂടുതൽ കൊടുക്കേണ്ടതാണല്ലോ, ഇതെന്റെ ആത്മാവിനെ ഒന്ന് തൊട്ടുണർത്തുന്നതാണല്ലോ എന്ന് ഗ്രഹിക്കാതെ വീണ്ടും എന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നത് ഇലകൾ മാത്രമുള്ള ഒരു ജീവിതത്തിന് തുല്യമാണ്. ഫലം പരിശുദ്ധാത്മാവ് തിരയുന്നു. ഇത് അന്ത്യകാലഘട്ടമാണ്. ഇലകളുള്ളതിനെല്ലാം ദൈവം മാറ്റി നിർത്തും, ഫലമുള്ളതിനെ ദൈവം തിരഞ്ഞെടുക്കും. ഇലകളുള്ളതിനെ ദൈവം മാറ്റി നിർത്തും, ഫലമുള്ളതിനെ ദൈവം തിരഞ്ഞെടുക്കും. അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്തേ? ശപിച്ചിട്ട് കർത്താവ് മുമ്പോട്ട് പോകവേ യെരുശലേമിലെല്ലാം പോയി അവിടെ ദൈവാലയത്തിൽ കടന്ന് ആമേൻ അവിടെ വിൽക്കുന്ന പൊൻവാണിഭക്കാരെയും മറ്റ് ജനത്തെ എല്ലാം അടിച്ച് കർത്താവ് പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും പുറത്തേക്ക് വന്ന് അവർ വീണ്ടും ആ നഗരം വിട്ടു പോകുമ്പോൾ രാവിലെ അവർ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ശപിച്ച അത്തിയെ പത്രോസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അത്തി ദേ കരിഞ്ഞു നിൽക്കുന്നു. കർത്താവ് പറഞ്ഞ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാ അവിടെ പറയാനാ ഞാൻ ഇത്രയും കൊണ്ടുവന്നേ, അത് പറയാനാ. ഇവിടെ ഫിസിക്കലി ഞാൻ മതിൽ ചാടിക്കടക്കുമെന്നും ഫിസിക്കലി ഞാൻ ഈ യെബൂസ്യരെ നേരിടുമെന്നും ദാവീദ് പറയുമ്പോൾ അത് ദൈവത്താൽ തന്നെയാണ്. ഇവിടെ യുദ്ധം ചെയ്യാതെ, എന്നെ ശ്രദ്ധിച്ചു കേട്ടെ, യുദ്ധം ചെയ്യാതെ, വഴക്കുണ്ടാക്കാതെ, കൂടെ സംസാരിക്കാൻ ആൾക്കാരെ മധ്യസ്ഥത അണയ്ക്കാൻ വിളിക്കാതെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറയിക്കാതെ നിൽക്കുന്ന, ആ വിഷയത്തെ കാണുന്ന, ആ വിഷയം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന, നിന്റെ നാവിലൂടെ പുറത്തു വരുന്ന വാക്കിലൂടെ, നിന്റെ ഹൃദയത്തിന്റെ വിശ്വാസത്തിന്റെ സ്ട്രെങ്തോടെ ഒരൊറ്റ വാക്കുകൊണ്ട് ഒരു മലയെ കടലിലേക്ക് നീക്കിക്കളയാൻ കഴിയുമെന്ന് യേശു പഠിപ്പിക്കുമ്പോൾ ഇവിടെ ഒരുവൻ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച് അവനത് കടക്കുമ്പോൾ, ഇവിടെ ഒരുവന്റെ മുമ്പിൽ ഈ മല ചാടിക്കടക്കാനോ മല കയറാനോ അല്ല, അവന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സത്തെ അവന്റെ വായിലൂടെ പുറത്തു വരുന്ന വിശ്വാസത്തിന്റെ വാക്കുകളിലൂടെ അവന്റെ മുമ്പിൽ നിന്ന് തന്നെ നീക്കിക്കളയാൻ യേശു നൽകിയ ഒരു ബലം ഇന്നത്തെ പുതുതലമുറയ്ക്കുണ്ട്. മനസ്സിലായോ? മറ്റേത് അവൻ ആ പ്രശ്നത്തെ നേരിട്ടു,
ആ പ്രശ്നത്തിലേക്ക് അവൻ അടുത്തു ചെന്നു. ആ മതിലിനെ അവൻ ചാടിക്കടന്നു ഫിസിക്കലി. ഇവിടെ എന്റെ ദൈവത്താൽ ഞാൻ ഈ മല ഇപ്പൊ കേറൂ എന്നൊന്നും പത്രോസ് പറഞ്ഞില്ല. എന്റെ ദൈവത്താൽ ഞാൻ കൽപ്പിക്കുന്നു, എന്റെ മുൻപിൽ നിൽക്കുന്ന മലയെ നിന്റെ മുകളിൽ കേറാനുള്ള സമയമൊന്നും എന്റെ മുമ്പിൽ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ സെക്കൻഡിൽ എന്റെ മുമ്പിൽ നിന്ന് നീങ്ങി കടലിലേക്ക് പോകും. ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഒന്നും നീ കൈകാര്യം ചെയ്യേണ്ട കുഞ്ഞെ. നിന്റെ മുമ്പിൽ നിൽക്കുന്നതിന് എങ്ങനെ ഇവിടുന്ന് ഓടിച്ചു കളയുന്നൊന്നും നീ പറയേണ്ട കുഞ്ഞെ. നീ വീട്ടിനകത്തിരുന്ന് കൽപ്പിക്കുമ്പോൾ ചിലത് നിന്റെ മുമ്പിൽ നിന്ന് നീങ്ങും. യേശുവിന്റെ നാമത്തിൽ. അവിടെ ഫിസിക്കലി ചെയ്തത് ഇവിടെ ഓറലി ചെയ്യുകയാണ്. അവിടെ ഫിസിക്കലി ചെയ്തത് ഇവിടെ വെർബലി ആൾ ഹാൻഡിൽ ചെയ്യുകയാണ്. ഈ അധികാരം മനസ്സിലായോ? ഈ ബലം മനസ്സിലായോ? ഇത് യേശു നമുക്ക് തന്ന ബലമാണ്. ഇവിടെ മലകേറി സമയം കളയാനില്ല. ഇവിടെ മലകേറി സമയം കളയാനില്ല. ഇവിടെ മലയോട് മാറാനാ കൽപ്പിക്കുന്നത്. ഇവിടെയാ ദാവീദ് പറഞ്ഞത്, നീ എന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ വിശ്വാസത്തിന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ ആരോഗ്യത്തിന്റെ ദീപത്തെ കത്തിക്കും, നീ എന്റെ പ്രതീക്ഷയുടെ ദീപത്തെ കത്തിക്കും, നീ കത്തിക്കും. മനുഷ്യൻ അണച്ചതിനെ നീ കത്തിക്കും. മനുഷ്യൻ അണച്ചതിനെ ദൈവം കത്തിക്കും കുഞ്ഞെ, സംശയിക്കില്ല. മനുഷ്യൻ അണച്ചതിനെ ദൈവം കത്തിക്കും. അതാ യേശു പറയുന്നത്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുവിൻ. കേട്ടോ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുവിൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുക, നിങ്ങളുടെ ദീപത്തെ ദൈവം കത്തിക്കും. നിങ്ങളുടെ ബലം, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പ്രത്യാശ ദൈവത്തിലാണെങ്കിൽ നിങ്ങളുടെ ദീപത്തെ കർത്താവ് കത്തിക്കും. സുഹൃത്തെ, നീ ഒന്നും എടുത്തു മാറ്റാൻ പോകണ്ട. നീ ആരോടും തല്ലുപിടിക്കാൻ പോകണ്ട. നീ ആരോടും വാവെക്കാൻ പോകണ്ട. നിന്റെ വായിലൂടെ പുറത്തു വരുന്ന പ്രാർത്ഥനകളിലൂടെ, വിശ്വാസത്തിൻ്റെ വാക്കുകളിലൂടെ നിന്റെ മുൻപിൽ ഇന്ന് മറയായി നിൽക്കുന്ന മലകൾ കർത്താവ് തുടച്ചു നീക്കും. കർത്താവ് തുടച്ചു നീക്കും. ദാവീദ് ഫിസിക്കലി ചെയ്തുവെങ്കിൽ ഇവിടെ പുതുനിയമ തലമുറയോട് പരിശുദ്ധാത്മാവ് പറയുന്നത് നീ വെർബലി ചിലത് ചെയ്യും. നീ കൽപ്പിക്കുമ്പോൾ ചിലത് സംഭവിക്കും. കാരണം എൻ്റെ ബലം ദൈവത്തിലാണ്. എൻ്റെ ബലം ദൈവത്തിലാണ്. പറഞ്ഞേ, എൻ്റെ ബലം ദൈവത്തിലാണ്. മനുഷ്യർ നിന്നെ ബലഹീനനെന്ന് എണ്ണി കാണാം. മനുഷ്യർ നിന്നെ അകറ്റി നിർത്തി കാണാം. മനുഷ്യർ നിന്നെ അവോയ്ഡ് ചെയ്ത് കാണാം. പക്ഷേ ദൈവം നിന്നെ അവോയ്ഡ് ചെയ്തിട്ടില്ല സുഹൃത്തെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. പറഞ്ഞേ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ എന്റെ ദീപത്തെ കത്തിക്കും. അവൻ എന്റെ ദീപത്തെ കത്തിക്കും. വിശ്വാസമുള്ളവർ മാത്രമെന്ന് പറഞ്ഞേ, അവൻ എന്റെ ദീപത്തെ കത്തിക്കും. അണഞ്ഞുപോയ നിന്നോടാ ദൈവാത്മാവ് പറയുന്നേ, അവൻ നിന്റെ ദീപത്തെ കത്തിക്കും. അവൻ നിന്റെ ദീപത്തെ കത്തിക്കും. ഓ രാമശംതുനിയാൽ ലാബ്രോഷിഖബന ബൗഷസിയാൽ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. പ്രാർത്ഥിച്ചു തുടങ്ങിയ ദൈവമക്കളെ, ഇന്ന് അണഞ്ഞിരിക്കുന്ന ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അണഞ്ഞിരിക്കുന്ന ആരെയൊക്കെയോ, അണഞ്ഞുപോയ ആരെയൊക്കെയോ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. തകർന്നുപോയ ആരെയൊക്കെയോ
തളർന്നു പോയ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് കത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ എന്റെ ദീപത്തെ കത്തിക്കും. ഓ റമശംധേരിയ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവ് നിന്നോട് പറയുന്നു, കുഞ്ഞെ, ആരൊക്കെ നിന്നെ അണച്ചു കളയാൻ ശ്രമിച്ചാലും, ആരൊക്കെ നീ അണയണമെന്ന് ആഗ്രഹിച്ചാലും, നീ വേദനിക്കണമെന്നും നീ ഇരുട്ടടയണമെന്ന് ആഗ്രഹിച്ചാലും, സുഹൃത്തെ, പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ നിന്റെ ദീപത്തെ കത്തിക്കും. നീ കത്തി നിൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടമാണ്. റബാസിഖേ മഹാശംതുന ലബ്ധ റബ കന്ത ശന്തലബ റാം സതനെ റിഖബബ ബബ ശംതുനി. യെസ്, മൈറ്റി നെയിം ഓഫ് ജീസസ്. ലബബ ശന്തബബ ബബ ഹസിയ. ഒരു തീ നിന്റെ മേൽ വരുന്നു, ഒരു തീ നിന്റെ മേൽ വരുന്നു, ഒരു തീ നിന്റെ മേൽ വരുന്നു, ഒരു തീ നിന്റെ മേൽ വരുന്നു. നീ കത്തണമെന്നുള്ളത് ചിലതിനോട് കൽപ്പിക്കേണ്ട വ്യക്തി എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഹോ റബ ശക്തിയ Glory I'm seeing. Jesus name, Jesus name, Jesus name, Jesus name, Jesus name. Shaka makata la barika mana antana barika la raboshi kenia laptuna rohosi kena broshi kemaha. Jesus, Jesus, Jesus. കർത്താവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹീൽ ചെയ്യും. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. കർത്താവ് നിങ്ങളെ ഫ്രീ ആക്കും. ചില ബോണ്ടേജ് പരിശുദ്ധാത്മാവ് പൊട്ടിക്കുന്നു. ബോണ്ടേജസ് ദൈവാത്മാവ് പൊട്ടിക്കുന്നു. നീ എന്റെ ദീപത്തെ കത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ഡാഡി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ ജനത്തെ അവിടുന്ന് ശക്തീകരിച്ചാട്ട്, ഈ ജനത്തെ അവിടുന്ന് സ്പർശിച്ചാട്ട്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ജനം കാണട്ടെ. ആ ദീപം ഇന്ന് ഇവരുടെ മേൽ കത്തട്ടെ. ഇവരെ അണച്ചു കളയുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ദൈവത്തിന്റെ മഹാശക്തി കൊണ്ട് ഇവരെ നിറച്ചാട്ട്. മുൻപോട്ട് വിടാത്ത പോലെ ഇവരുടെ വഴിയെ അടച്ചു വെക്കുന്ന എല്ലാ അന്ധകാരങ്ങളും ദൈവം കത്തിക്കുന്ന തീയാൽ കത്തി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.